പെട്രോട്ട് മൂവി കണ്ടു. വീരപടത്തിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊടുത്തിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു പടമാണ്. സോ അത്രമാത്രം ഫാൻ ബോയ് മൊമെൻറ്റ്സോ അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള സംഗതികളോ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ഈ പടം കാണാനായിട്ട് പോകരുത്. ഒരു കോറായിട്ടുള്ള ഒരു തീം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഇട്ടുകൊടുത്തു എന്നുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് നമ്മൾ അവരുടെ മാത്രമായിട്ടുള്ള ഒരു സിനിമ എന്നുള്ള നിലയിലേക്ക് ഈ ഒരു സിനിമ കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം സാറ്റിസ്ഫൈങ് ആവണമെന്ന് നിർബന്ധമില്ല. പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മമ്മൂട്ടി ജസ്റ്റ് വന്നിട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ഒരു 5 സെക്കൻഡ്, അതിനുശേഷം പുള്ളി പോവുകയാണ്. പിന്നീട് അങ്ങോട്ടേക്കുള്ള നമ്മുടെ ആ ഒരു പടത്തിൻ്റെ യാത്ര മുഴുവൻ മമ്മൂട്ടിക്കൊപ്പമാണ്. ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് മമ്മൂട്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മസ്കുലിനിറ്റിയിലുള്ള ആ ഒരു സംഗതി, ആ ഒരു ടോക്ക് കാര്യങ്ങൾ, ആ ഒരു ലെഫ്റ്റനന്റ് കേണലിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള സംഗതികളെല്ലാം പിടിച്ചിട്ട് ത്രൂ ഔട്ട് ആ ഒരു കഥ, എന്താണ് കഥ, അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു സംഭവം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. ആദ്യമേ തന്നെ ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് ആക്ഷൻ രംഗങ്ങൾ, ഫൈറ്റ് സീക്വൻസുകൾ വന്ന് പോകുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫിൽ ത്രൂ ഔട്ട് മമ്മൂട്ടിയുടെ ഒരു ഡൊമിനൻസ് മാത്രമേ ഉള്ളൂ. അതിൽ ആ ഒരു കാര്യങ്ങൾ, പുള്ളിയുടെ ആ ഒരു വ്യക്തിത്വം, പുള്ളി ആരാണ് എന്താണെന്നുള്ള ഒരു സംഗതിയുണ്ട്. ആ കഥ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചെറിയൊരു ശ്രമമുണ്ട്. ആ ഒരു കോൺഫിഡൻഷ്യൽ മോഡിലാണ് പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റർവെല്ലിൽ ആ ഒരു നിർത്തുന്ന രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ എക്സ്പ്ലോസീവായിട്ട് ഭയങ്കരമായ രീതിയിൽ നിർത്തുന്നൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു കഥ പറഞ്ഞ് ആ ഒരു പുള്ളിയുടെ ഡയലോഗ് അടിക്കുന്നു, ഇൻ്റർവെൽ സീനിലേക്ക് പോകുന്നു. ആ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ഇൻ്റർവെൽ ഇല്ല. ഇതെല്ലാം കഴിഞ്ഞു സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മോഹൻലാൽ എപ്പോൾ വരും, അപ്പോൾ മോഹൻലാലിൻ്റെ എൻട്രി എങ്ങനെയായിരിക്കും, ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളായിരിക്കും. ഒരു മാസം മമ്മൂട്ടി ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മമ്മൂട്ടിയുടെ ആ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ജേണിയുടെ കൂടെ തന്നെ വീണ്ടും ഇനി എന്താണ് കഥയിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ മുഹൂർത്തങ്ങൾ അങ്ങനെ നോക്കി നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും. ഒരു സെക്കൻഡ് ഹാഫിലെ ത്രൂ ഔട്ടിൽ എങ്ങനെ നോക്കിയാലും നമുക്ക് മോഹൻലാലിൻ്റെ കുറേ നല്ല ഫ്രെയിമുകൾ, കുറച്ച് നല്ല ഷോട്ടുകൾ, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓവർ ദ ഹൈപ്പായിട്ടുള്ള ഐറ്റംസ് ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം, കൃത്യം എലമെൻറ്റ്സ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. സോ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ആയിട്ട് നമുക്ക് ഗിമിക്സ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഒരുപാട് എക്സ്പ്രഷൻസ്, ഗെസ്റ്റേഴ്സ്, കാര്യങ്ങളെല്ലാം അറിയാം. ഇവരുടെ തന്നെ മുമ്പ് പല സിനിമകളിൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ റിപ്പീറ്റ് അടിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും റിപ്പീറ്റ് അടിക്കാനുള്ള ശ്രമങ്ങളൊന്നും ബോധപൂർവമായിട്ട് ഇവർ ചെയ്തിട്ടില്ല. അങ്ങനെ ആ ഒരു മമ്മൂട്ടി മോഹൻലാലായിട്ട് വരാനായിട്ട് ഇവർ ശ്രമിക്കുന്നില്ല. ആ ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് അതിൽ ഒതുങ്ങി നിൽക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇവരുടെ ഭാഗത്തു നിന്നും അവർ ചെയ്തിട്ടുള്ളത്. മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രമാണെന്നുണ്ടെങ്കിലും ടെംപ്ലേറ്റ് ആയിട്ടുള്ള പുള്ളി ചെയ്യാറുള്ള ആ ഒരു സംഭവമൊന്നും അല്ല. ജസ്റ്റ് ആ ഒരു റോള് പുള്ളിക്ക് കൊടുത്തുള്ള ഒരു ക്യാരക്ടറിൽ പുള്ളി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഇവർ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുന്നൊരു സീനൊക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സീനും അത് തന്നെയായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അത് കുറച്ച് എലമെൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്പെസിഫിക് പോർഷനിൽ മാത്രമായിട്ട്. എന്നിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് പറഞ്ഞു പോകുന്ന കഥ മോഹൻലാലിൻ്റെ കൂടി കഥയാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ കഥയിൽ മോഹൻലാൽ ഇൻവോൾവ് ആയി പിന്നീട് അങ്ങോട്ടേക്ക് ആ കേസ് ത്രൂ ഔട്ട് അവരെങ്ങനെ പോകും, എന്തൊക്കെയാണ് അവരുടെ നീക്കങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന. ഒരു കോറായിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിൻ്റെ ഒരു മെയിൻ ഘടകകക്ഷി എന്നുള്ള നിലയിലൊക്കെയാണ് ഫഹദ് ഫാസിൽ വരുന്നത്. ഫഹദ് ഫാസിലിന് ഇതിൽ ലീഡിങ് ആയിട്ടുള്ള ഒരു റോള് തന്നെയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും പിന്നീട് കുഞ്ചാക്കോബൻ്റെയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ ഒക്കെ ആയിട്ടുള്ള ഇൻ്റർ കണക്ഷൻസ് റിവീൽ ആവുന്നത് മൊത്തം ത്രൂ ഔട്ട് സെക്കൻഡ് ഹാഫിലാണ്. അതിൽ തന്നെ കുറേ ആക്ഷൻ സീക്വൻസുകൾ പിന്നീട് വരുന്നുണ്ട്. നമ്മൾ പോസ്റ്ററിൽ കാണുന്ന ആ ഒരു 3 പേരും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു കാർ ചേസ് സീക്വൻസ് ഒക്കെ അത്യാവശ്യം ടെക്നിക്കലി അഡാപ്റ്റ് ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ത്രൂ ഔട്ട് അതിന് കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ മറ്റ് പല ഷോട്ടുകളും വരുന്നുണ്ട്. ഇതിൽ ഫിലിം മേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ ലാൻഡ്സ്കേപ്പുകൾ, ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രിസിഷൻ കൊടുത്തിട്ട് പലയിടങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇതിൽ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ മോഹൻലാലിൽ തന്നെ ചില സീനുകളൊക്കെ വളരെ പ്രിസൈസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ വരെ ഓറിയൻറ്റഡ് ആയിട്ട് കാണിച്ചു തരും. ഇതിലെ ട്വിസ്റ്റ് അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ളൊരു സംഗതി, ഒരു ഇൻസിഡൻറ്റ്, അങ്ങനെ സംഭവത്തെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, അത് സ്പോയിലർ ആയതുകൊണ്ട്. പക്ഷേ ആ ഒരു സംഗതി ആണെങ്കിൽ പോലും കൂടുതലായിട്ടും സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ളൊരു സൈഡിലേക്കാണ് ചെരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു കൂടുതൽ ഡ്രമാറ്റിക് എലമെൻറ്റ് എന്നുള്ള നിലയിലേക്ക് നിന്ന് മാറിയിട്ട് കുറച്ച് സെൻറ്റിമെൻ്റൽ വാല്യൂവിൽ നിൽക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിൽ ചില സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നയൻതാരയുണ്ട്, ദർശന രാജേന്ദ്രനുണ്ട്, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ അവർക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു. സോ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആ 2 കഥാപാത്രങ്ങൾ ഉറപ്പായിട്ടും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കഥാപാത്രങ്ങൾ തന്നെ. പക്ഷേ മമ്മൂട്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ലെഫ്റ്റനൻറ്റ് എന്നുള്ള ആ ഒരു വേഷത്തിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ ഒരു മമ്മൂട്ടിനെ നമുക്ക് ഇതിൽ ഒരിടത്തും കാണാനായിട്ട് സാധിക്കില്ല. പിന്നെയും ചിലയിടങ്ങളിലെങ്കിലും എനിക്ക് തോന്നിയൊരു സംഗതി, ബിഗ് ബിയുടെ ആ ഒരു നടത്തം ചിലയിടങ്ങളിലെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഫാൻ ബോയ് മൊമെൻറ്റ്സ് എന്നുള്ള രീതിയിലേക്ക് സംഗതികളൊന്നും വർക്കൗട്ട് ആക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടില്ല.
ഇൻ്റർവെല്ലിന് മുമ്പായിട്ട് ഒരു സോങ്ങിൻ്റെ സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആ സോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നോർമലി ആ ഒരു സിനിമയുടെ ഒരു മൂഡുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു സംഗതിയല്ല. പക്ഷേ അത് ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് ആക്കിയിട്ട് മഹേഷ് നാരായണൻ്റെ ആ ഒരു ടച്ചിൽ വെച്ചിട്ട് സംഭവം അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പടത്തെപ്പറ്റി ഓവറോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പടം. അതിൽ ഡ്രാമാറ്റിക് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഇല്ല എന്നല്ല, പക്ഷേ നോർമലി ടെംപ്ലേറ്റ് ആയിട്ട് നമ്മൾ മലയാള സിനിമയിൽ കാണുന്ന പോലത്തെ നാടകീയമായിട്ടുള്ള പരിപാടികളൊന്നും ഈ ഒരു പടത്തിൻ്റെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇവൻ ആക്ഷൻ രംഗങ്ങളിലും ഇവൻ ആ ഡയലോഗുകളിൽ പോലും അത്തരത്തിലുള്ള സംഗതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പടത്തിൻ്റെ ഹ്യൂമറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കോമഡി ആയിട്ടുള്ള സംഗതികൾ ഒന്നും തന്നെ ഇല്ല. ചെറുതായിട്ടൊരു കോമഡി ആയിട്ടുള്ള ഒരു സംഗതി വരുന്നുണ്ടെങ്കിൽ പോലും അത് അവിടെ വെച്ച് ഡ്രോപ്പ് ആവും. എന്നിട്ട് പിന്നീട് ഒരു സീരിയസ് ടോണിലേക്ക് കടക്കും. അങ്ങനെ മൊത്തത്തിലൊരു സീരിയസ് ടോൺ പിടിക്കാനാണ് പടത്തിൽ ത്രൂ ഔട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാൻ പോകുന്ന ഒരു ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് സ്പെസിഫിക്കലി ഈ ഒരു പടം ഇഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചോട് കൂടിയിട്ടാണ് ഈ ഒരു പടം കാണാൻ പോകുന്നതെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള മൂവി തന്നെയാണ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നത്. ബട്ട് വളരെ ഫാൻ ബോയ് ടച്ചുകൾ അങ്ങനെ എക്സ്പെക്ടേഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ പടം കാണാൻ പോകുന്നതെങ്കിൽ നമുക്ക് അത്രമാത്രം ഹൈപ്പിനുള്ള ഒരു പടമല്ല ഇത്.